ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താ വിളിച്ചിരിക്കില്ല അവിടെ. പിന്നെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു എന്താ പറയുക, ഒരു ചലഞ്ചല്ല, ആ വീഡിയോക്ക് എന്താ പറയുക, ഒരു ഫണ്ണി വീഡിയോ, ഫൺ വീഡിയോ. അത് എല്ലാവരും ഇതിൽ കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. ചെറുപ്പാനെയും മെച്ചിനെ ഇരുത്തിയിട്ട് ഞാൻ ഇരുന്നിട്ട് എന്താണ് ഞാൻ രാവിലെ എണീക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. എത്ര വർക്കാവുമെന്ന് എനിക്കറിയില്ല. ഓരോരുത്തർ ഞാൻ പറയുക എന്താ പറയുക, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് ജെന്യൂൻ പോലെ നിങ്ങൾ റിയാക്ട് ചെയ്യണം. ഞാൻ പറയും, ചിലപ്പോൾ ഇന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ തോന്നുമല്ലോ. ക്യാമറ ഉണ്ടെന്ന് വെച്ചിട്ട് റിയാക്ട് ചെയ്യാണ്ട് നിൽക്കരുത്, റിയാക്ട് ചെയ്യണം. ഞാൻ എന്താ പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ തോന്നിയാൽ അതപ്പോൾ പറയണം. അങ്ങനെയാണ് പ്ലാൻ ഇട്ടത്. അതൊക്കെ വർക്കൗട്ട് ആവുമായിരിക്കും, അറിയൂല. ഉമ്മച്ചി ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെ കാണുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഫേസ്ബുക്ക് ചെറുപ്പാണ്ടത് എനിക്ക് ഉറപ്പില്ല. മേ ബി ചിലപ്പോൾ ചെറുപ്പായിരിക്കും ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവുക, ഉമ്മച്ചി കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ എന്താ പറയുക, ആ വീഡിയോ എടുക്കണം. അപ്പോൾ താഴെ ഒരു സെറ്റാക്കിയിട്ടൊന്നുമില്ല. ഇനി നമ്മൾ ആദ്യം ഞാൻ ഇവിടുന്ന് ഇൻട്രോ എടുത്ത് നിങ്ങളോട് പറഞ്ഞിട്ട് എന്നിട്ട് താഴെ പോയിട്ട് ചെയ്യാന്ന് വെച്ചു. എന്താ ആക്ഷൻ മാത്രം കാണിക്കുന്നേ? ഇവള് നല്ല വർത്താനം പറയും. ഇവള് ഞാനല്ലോ എന്താ പറയാ, കീരും പമ്പാണ്. എപ്പോ വന്നാലും ഞങ്ങൾ അടിയാ. അത് കാണാൻ ഇവളെ ഒരു ഇതുണ്ട് കേട്ടോ, എന്താ പറയാ, ഇൻഡിപെൻഡൻസ് ഡേക്ക് ഡാൻസ് കളിക്കുന്നത് അതേ സൗണ്ട് ഇല്ലാണ്ട്. ഏത് പ്രായത്തിലാ? ഇല്ല, എത്ര വയസ്സ്? കൊറോണ സമയത്തോ? അത്ര ചെറുത് അല്ലല്ല, കൊറോണ സമയത്ത്. എത്രയില്ല? 4ലോ 5ലോ. ഇപ്പൊ 10ലെത്തിയില്ലേ? കൊറോണ വന്നിട്ട് ഇപ്പൊ 5 വർഷം. 5 വർഷം. അപ്പൊ ഇവിടുന്നും ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ പോയിട്ട് ഉപ്പച്ചിനും ഉമ്മാനെ ഇരുത്തിയിട്ടും ചെയ്യുന്നുണ്ട്. ഉമ്മയൊക്കെ ചിലപ്പോ അത് കണ്ടിട്ടുണ്ടാവും കേട്ടോ, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ. ഉപ്പച്ചി ചിലപ്പോ ഒന്നും മിണ്ടൂല, ലെപ്പിച്ച് പറയും. എനിക്കറിയില്ല, ഉപ്പച്ചിനോട് ഞാൻ ഇങ്ങനെ തന്നെ പറയാം. ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയും, നിങ്ങൾ റിയാക്ട് ചെയ്യണം എന്നുള്ളത്. റിയാക്ട് ചെയ്യണത് നിങ്ങൾ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത് അത് അപ്പം പറഞ്ഞോണം. പറയൂ. ഞാനിപ്പോൾ എന്തൊക്കെയാ പറയുക, അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. രാവിലെ 4 മണിക്ക് എണീറ്റ് ഞാനിത് വീഡിയോ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ താത്താനോട് പറഞ്ഞിരുന്നു, നമുക്ക് ഞാനും താത്തയും കൂടി ഇരുന്നിട്ട് അങ്ങനത്തെ ഒന്ന് ചെയ്യണം എന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. യൂട്യൂബിൽ ഇടാനുള്ള റീസണായി. അപ്പോ എന്താ പറയാ, അപ്പൊ അത് ചെയ്യാണ്ട് പിന്നെ അങ്ങനെ ഓരോ വീഡിയോകൾ ചെയ്യണം. അപ്പോ ഞാന് ഇതിന് ശേഷം താഴേക്ക് പോയിട്ട് ഓരോ സെറ്റ് ആക്കിയിട്ട് ആ വീഡിയോ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് പറയുകയാണ്. അപ്പൊ ഞാൻ പറയും ചെറുപ്പാ, അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് പറയണം, ഉത്തരം പറയണം ഞാൻ പറയുന്നതിനനുസരിച്ച്. അപ്പൊ ഞാൻ ഇതിന്റെ രാവിലത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞാൻ രാവിലെ 4 മണിക്ക് എണീക്കും. നാളെ മുതൽ ഇന്ന് നാളെ മുതൽ ഞാൻ പറയട്ടെ, രാവിലെ 4 മണിക്ക് എണീക്കും. നാളെ എണീക്കും പറഞ്ഞോ. എന്നിട്ട് എണീറ്റ് വേണം ഞാൻ ആദ്യം കുളിക്കും. കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ യോഗ ചെയ്യും. യോഗയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും 5:30 മണിയാവും. ആ 5:30 മണിയായാലും അപ്പോൾ ഇവരൊന്നും എണീറ്റിട്ടുണ്ടാവില്ല കേട്ടോ. വെറുതെ പറയട്ടു. പിന്നെ ഞാൻ രാവിലെ എണീച്ചിട്ട് പാൽ കൊണ്ടുവരാൻ പോകും. ഞാനാ പറയേണ്ടത്, നിങ്ങളല്ല. ഇത് ഇന്റെ റൊട്ടീനാണ്. അപ്പൊ എന്റെ ശീലങ്ങളാണത്.
അപ്പൊ എന്താണ് 5:30 എവിടെയായിരുന്നു പറഞ്ഞേ 4 മണി അല്ല 4 മണിക്ക് നീറ്റോ ആ ഉറക്കത്തിലാട്ടോ ഉറക്കത്തിലാ ഓള് മാത്രമേ നീച്ചിട്ടുണ്ടാവുള്ളൂ. ആ ഉറക്കത്തിൽ ഓള് ഇങ്ങനെ നീച്ചു പോവും. ആ പറഞ്ഞോളി അത് കഴിഞ്ഞിട്ട് പിന്നെ 6 മണിയാവുമ്പോ എന്ത് കൃത്യനിഷ്ഠുള്ള ആളാണെന്ന് വെച്ചാ 6 മണിയാകുമ്പോ ഞങ്ങള് പാല് സൊസൈറ്റി നിന്നാണ് വാങ്ങുക. അത് ഞാനാ വാങ്ങ ഈയല്ല. ആ പറഞ്ഞോ ആൾക്കാർ അറിയട്ടെ വിവരം. ആറ് മണിയാകുമ്പോ ഞാൻ നടന്നു പോയിട്ട് ഞാൻ നടക്കും മിക്കവാറും നടക്കും. ഓള് നടന്നു പോയി പാലൊക്കെ മേടിച്ചു വരും. ഞാന് പൈസ എവിടെ നിന്ന് എനിക്ക് കിട്ടും? പൈസ ഇട്ടിട്ടുണ്ട്. 6 മണിക്ക് ഞാൻ പോവും. ഇല്ല അതിക്ക് പറയട്ടെ. ഓള് പറഞ്ഞു തീർന്നിട്ട് പറയും. ആ പാല് വാങ്ങി വന്ന് ഞാൻ ചായ വെച്ച് ചെറുപ്പാക്കുള്ള മുട്ട പൊഴുങ്ങി പാല് കാച്ചി ഇവര് രണ്ടാളും ഞാൻ പോയി വിളിക്കും. അടച്ചോൻ കേക്കുണ്ടല്ലോ ഇതൊക്കെ. ആ പറഞ്ഞോ. അത് കഴിഞ്ഞിട്ട് ചെറുപ്പാക്ക് പുട്ട് വേണം. 4 കഷ്ണം പുട്ട് വേണം. ആ പക്ഷെ ചെറുപ്പാക്ക് അത് അരിപ്പൊടി ഇഷ്ടല്ല. എന്നിട്ട് അരി വെള്ളത്തിലിട്ട് അത് പൊടിച്ച് ഇടിക്കും. ഒരല് നമ്മള് കൊടുത്തിട്ട് ഇടിക്കും. ആ ഇടിക്കും. എന്നിട്ട് ഓള് രാവിലെ 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇടിയാ അരി ഇടിക്ക. അതും പോരാ എന്റെ ചെറുപ്പാക്ക് പുട്ടിന് കടലക്കറി നിർബന്ധാണ്. കടലക്കറി ഇല്ലാണ്ട് ചെറുപ്പം പുട്ട് തിന്നൂല. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് പഴമാണ്. അപ്പോൾ പഴത്തിന് പോകും. നേരെ മേപ്പാടി പോയിട്ട് പഴം വാങ്ങിട്ട് വരും. അല്ലോ എനിക്ക് അതാണ് ആലോചിച്ചിട്ട്. എന്നാ പാല് കൊണ്ടിരുമ്പോ തന്നെ എനിക്ക് പഴം കൊടുന്നാ പോരെ. ഇവള് രണ്ടാമത് ഇതൊക്കെ ഇടിച്ച് ഉണ്ടാക്കി കഴിച്ചുണ്ടാക്കിയിട്ട് പഴത്തിന് പോവാണ്. പറയട്ടെ നടന്ന് പോയി പഴം വാങ്ങി എന്നിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചിലപ്പോ എന്റെ പല്ലൊക്കെ കേടാണ്. അപ്പൊ ചവച്ചായി കടലതാവൂല. അപ്പൊ ഇവിടെ എന്താക്കും അറിയോ, അതെടുത്തിട്ട് ഒന്ന് കുത്തിയിട്ട് പിന്നെ അത് തീരും. പിന്നെ എന്താണ് മുകളിൽ മുതലുണ്ട് അടിച്ചുവരി തുടയ്ക്കും. മിക്കവാറും തുടക്കും. അയ്യോ എനിക്ക് വയ്യ. എനിക്ക് തല വേദന എടുക്കുന്നുണ്ട് സത്യമായിട്ടും. എനിക്ക് പറയാൻ വയ്യ. അത് കഴിഞ്ഞിട്ട് ഇനി എന്താ പറയണ്ടേ? പിന്നെ ഈ തുറക്കും. അടിച്ചു വാരി തുടയ്ക്കും. പാത്രം കഴുകും. ആ പാത്രം അത് ഞാൻ കഴുകല്ലേ. പാത്രം കഴുകും. പിന്നെ ഇവര് പോകുന്നതിന് മുന്നേ തന്നെ ഉച്ചക്കുള്ള ചോറും കറിയും ഒക്കെ ഞാൻ ആക്കി വെക്കും. ഉമ്മച്ചി അവിടെ ഇട്ടിട്ടില്ല. ഉമ്മച്ചി പൊള്ളു കടന്നുറങ്ങും. ആ പാവ എന്തിനാ ഇതൊക്കെ കേൾക്കാൻ. അയ്യോ മതി എനിക്ക് വയ്യ സത്യം. എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. അതന്നെ ഇവര് ജാഫർക്കും ഐസി സ്കൂളിൽ പോകുന്നതിന് മുന്നേ ചോറും കറികളും ഒക്കെ റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ ഷോപ്പില്. അപ്പൊ ഇതാണ് എന്റെ രാവിലത്തെ രീതി. ഞാൻ രാവിലെ എണീറ്റ് ഒരു മമ്മൂട്ടി തോളിൽ വെച്ചിട്ട് കളക്കാൻ പോകും. ചെറുപ്പം രാവിലെ ഞാൻ എന്നിട്ട് വരുമ്പോ പച്ചവെള്ളത്തിലാ ഞാൻ കുളിക്കാം രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് കേട്ടോ. എന്നിട്ട് നമ്മള് കളച്ചിട്ട് വരുമ്പോ ഇവിടെ ഒരു ഗ്ലാസ് പാല് വരും. കളച്ചിട്ട് ക്ഷീണിച്ചിട്ട് വരിക. അപ്പൊ ഓള് ഒരു ഗ്ലാസ് പാല് തരും. ഒരു റെസ്റ്റ്. ഓള് ഫുള്ള് പണിയാ. എന്തൊരു നല്ലൊരു കുട്ടിയാണെന്ന് എനിക്കറിയില്ല. ഭാഗ്യല്ലേ നിങ്ങളെ? എന്റെ ഭാഗ്യാണ്. ഭയങ്കര ഭാഗ്യാണ്. സീരിയസ് ആയിട്ടാ പറയുന്നത്. ഭാഗ്യം. നിങ്ങൾ എണീറ്റിട്ടില്ല, നിങ്ങൾ ഇപ്പോൾ ഉറങ്ങിയാണ്.
ഇതൊക്കെ ഞാനാ ചെയ്യണേ. പുട്ടുണ്ടാക്കണം, തേങ്ങ ചേർക്കണം, പാല് കൊണ്ടുവരണം. ഇതെല്ലാം രാവിലെ നീച്ച് ഞാൻ ചെയ്തിട്ട് ഇവരെല്ലാം ഓരോരുത്തരും നീച്ച് ഇങ്ങനെ വരും. അപ്പൊ പിന്നെ ഞാനോ ആ. ഉമ്മച്ചി ഉറങ്ങുക. അറിയില്ലേ? ഉമ്മച്ചി ഉറങ്ങുക. തേങ്ങ ആദ്യം ചെല്ലണം, ഞാൻ ചെല്ലണം. അത് ശരി. ആ, തെറ്റാ. അത് ശരിയല്ലേ? തേങ്ങ ചേട്ടന് കൊടുക്കട്ടെ. അത് തേങ്ങ ജാഫർക്ക് ചെല്ലണം. പിന്നെ ജാഫറും തരുമ്പോ പാല് കൊണ്ടുവരണം. ഇപ്പൊ ജാഫർക്ക് കൊണ്ടുവരും. ആ, അപ്പൊ ഓന് 2 ദിവസമായിട്ടുള്ള കൊണ്ടുവരൽ തുടങ്ങിയിട്ട്. അല്ല 10-15 ദിവസമായി. ഇപ്പൊ ഈ ചെറുപ്പാക്ക് പനി പനി ആയതിന് ശേഷം. ജാഫർ കൊണ്ടുവരില്ല. നമ്മള് നുണ പറയില്ല, സത്യം പറയുള്ളൂ. ഞാൻ സത്യം പറഞ്ഞത്. അയ്യോ സത്യം പറഞ്ഞേ, എനിക്ക് സത്യം അറിയുള്ളൂ. അപ്പൊ അപ്പൊ ഗൈസ് എന്താണ് ഇതിവിടെ സ്റ്റോപ്പ് ഒക്കെ ഉണ്ടോ? എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് ചിരിച്ചിട്ട്. ഓക്കെ, ഞാൻ വന്നു. എന്റെ അടുത്ത് മൈക്കുണ്ടോ? സോറി മൈക്ക് ഉണ്ടല്ലോ അല്ലേ? ഞാൻ ഇഷ്യൂനെ എനിക്ക് mic ഉണ്ട്, വിചാരിച്ചത്. എനിക്ക് mic ഉണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതെ. ഫണ്ണി ആയിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ കണ്ട വീഡിയോസ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈനൽ എഡിറ്റിംഗ് വീഡിയോ ഞാനാണ് കാണല് ഗൈസ്. ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കും. ഫുള്ള് എഡിറ്റ് ചെയ്ത് ഇവിടെ വെക്കും. ഞാൻ കടയൊക്കെ അടച്ച് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് ഞാൻ കാണലാണ്. എന്തെങ്കിലും തിരുത്തലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതെ, എന്തെങ്കിലും തിരുത്തോ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് എന്തെങ്കിലും വേർഡ്സ് എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും വീഡിയോ തിരുത്തിക്കണം. ഇല്ല തിരുത്തൽ അധികം വന്നിട്ടില്ല. പക്ഷെ നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെന്താ നമ്മള് പറയാൻ വന്ന വീഡിയോ, അത് അടിപൊളി വീഡിയോ ആണ്. സത്യം, ചെറുപ്പം അങ്ങനെ എല്ലാവർക്കും കണ്ടിട്ട് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ശരിക്കും പക്ക ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. അതൊരു ഞാൻ അങ്ങനെ വിചാരിച്ചത് ചെറുപ്പം എല്ലാം സമ്മതിച്ചു തരും. പക്ഷെ ചെറുപ്പം എന്നെങ്ങോട്ട് സ്കോർ ചെയ്തു. എനിക്ക് ഞങ്ങള് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ട് ചിരിച്ച് എനിക്ക് ചിരിച്ചിട്ട് തലവേദന എടുക്കരുന്നത്. കാരണം അതിന് ചെറുപ്പാന്റെ ചില എക്സ്പ്രഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നെങ്കിലും അതൊരു ചിരിക്കാനുള്ളൊരു ചെറുപ്പക്കാര് ചിരി വരുന്നുണ്ട്. ഉമ്മച്ചിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഉമ്മച്ചി ടെൻഷനായി. ചെറുപ്പ ഇങ്ങനെ എന്താ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കില്ല. ചെറുപ്പം ഇങ്ങനെ പറയുമ്പോ എനിക്ക് വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അങ്ങനെ ഉമ്മച്ചി വിചാരിക്കുന്നത്. അതെ ഞാന് ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്, FJ വ്ളോഗ്സ് പറഞ്ഞിട്ട്. അതിന്റെ ലിങ്ക് ഞാൻ എല്ലാരും ഫോളോ ചെയ്യാം. കൊടുക്കാം. വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഉടനെ അതിൽ വരും കേട്ടോ. ഇട്ടിട്ടൊന്നുമില്ല. ഞങ്ങള് തുടക്കക്കാരായതുകൊണ്ട് ഇട്ട് തുടങ്ങണം. അപ്പൊ എന്താണ് എല്ലാരും അത് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പൊ ഗൈസ് എന്താ പറയാ അതിന്റെ പേരല്ലേ. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാല് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ ഇവിടെ ഭയങ്കര അലമ്പാണ് ഗൈസ്. ഇത് നിർത്തിവെക്ക് ശരിയാവില്ല. എന്തൊരു അലമ്പ ഇവിടെ. അപ്പൊ ശരി ഗൈസ്, ഓക്കെ ബൈ. അപ്പൊ ഓക്കെ ബൈ, ടാറ്റ.